പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥലത്തു നിന്നും കടമെടുത്തുകൊണ്ട് 45,000 കോടിയാണ് കടമെങ്കിൽ 15,000 കോടി കൊണ്ട് ഇത് പരിഹരിക്കാൻ ഒക്കുകയില്ല. നമ്മുടെ കേരള സർക്കാർ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല. എന്തുകൊണ്ട് സർക്കാരിന് മന്ത്രിസഭ അടക്കം ശമ്പളം കുറയ്ക്കുക? നമസ്കാരം, ലെമൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2 വർഷം മുൻപ് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യന്റെ അടുത്ത് ഞങ്ങൾ എത്തിയിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ പോക്ക് എങ്ങോട്ടാണ്, പ്രത്യേകിച്ചും ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്ന് വളരെ ഗൗരവമുള്ള ചർച്ചകൾ ഉയർന്നു വന്ന സമയത്താണ് ഡോക്ടർ ജോസ് സെബാസ്റ്റ്യനെ പോലെ നിരവധി സാമ്പത്തിക ഗൗരവമുള്ള മുന്നറിയിപ്പ് നൽകിയത്. കേരളത്തിന്റെ ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന്. വലിയ അരക്ഷിതാവസ്ഥയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം നീങ്ങുകയാണ്. ശ്രീലങ്കയിൽ 1 കവർ പാൽപ്പൊടിയുടെ വില കേട്ട് ഇവിടെ മൂക്കത്ത് വിരൽ വെച്ചവർ ഇപ്പോൾ ഇതാ മെഡിക്കൽ കോളേജുകളിൽ പാൽ വിതരണം പോലും മുടങ്ങുന്ന അവസ്ഥയിലാണ് സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ എന്ന റിപ്പോർട്ട് കേൾക്കുമ്പോൾ ആശങ്കയിലാണ്. പൊതുക്കടത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണ്? റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. ഒരുപാട് ചോദ്യങ്ങളാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത്. കേരളത്തിന്റെ ഈ ഒരു പ്രതിസന്ധി എവിടെ കൊണ്ടുചെന്ന് എത്തിക്കും? നമുക്ക് വിശദമായി തന്നെ ചോദിക്കാം. നമ്മളോടൊപ്പം ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, സാമ്പത്തിക വിദഗ്ധൻ, ചേരുകയാണ്. സ്വാഗതം സർ. ഈ 2 വർഷം മുൻപ് നമ്മൾ ഈ ഒരു കണക്ക് പറഞ്ഞപ്പോൾ അന്ന് സാർ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. സാറ് നിരന്തരമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ സർക്കാരിനെ തിരുത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നുണ്ട്? നിർഭാഗ്യവശാൽ നമ്മുടെ കേരള സർക്കാർ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ തന്നെ ഒന്നാമതാണ്. അതാണ് ദേശീയ സാമ്പിൾ സർവേയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആളോഹരി ഉപഭോഗത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. പക്ഷേ അതാണ് ഏറ്റവും വലിയ പ്രശ്നത്തിലുള്ള ഒരു സർക്കാരിനെ കൊണ്ടു നടക്കുന്ന സംസ്ഥാനം കൂടിയാണ്. ഈ കാര്യമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രഞ്ജിത്ത് എന്ന ഗവേഷകൻ അടുത്ത കാലത്ത് കണ്ടെത്തിയത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ്. കാരണം 4 ലക്ഷത്തിന് അപ്പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ കടബാധ്യത. ഒരു വർഷം 23,000 കോടിയോളമാണ് പലിശയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പലിശ കൊടുക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ആദ്യമേ തന്നെ നികുതി പിരിക്കുന്നതിലും ചെലവുകൾ ചുരുക്കുന്നതിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. പക്ഷേ ചെലവ് ചുരുക്കുകയല്ല, ചെലവ് കൂട്ടുകയാണ്, അങ്ങനെ വികസനം കൊണ്ടുവരികയാണ് എന്നാണ് ഡോക്ടർ തോമസ് ഐസക് എന്ന നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്നെന്താണ് സംഭവിക്കുന്നത്? ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഞാൻ പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ ഒരു പുതിയ, അവർക്ക് വേണ്ടി സർക്കാർ മുഴുവൻ വിഭവങ്ങളും സ്വരൂപിച്ചു വച്ചിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന ഭരണഘടനയിലെ ആ ഒരു ക്ലോസ് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുമോ എന്നുള്ള ഭീഷണിയുണ്ട്. അതുകൊണ്ട് സാധിക്കാവുന്നിടത്തെല്ലാം കടമെടുത്തുകൊണ്ട് നമ്മൾ പണ്ട് കണ്ടു കഴിഞ്ഞ കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ കമ്പനിയും അതിൻ്റെ കടങ്ങൾ ഇന്നിപ്പോൾ റിസർവ് ബാങ്ക് പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് കടമെടുക്കാൻ ഒക്കുമോ? അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്ഷേമനിധിയിൽ നിന്ന് കടമെടുക്കാൻ ഒക്കുമോ? ചെത്തുതൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് കടമെടുക്കാൻ ഒക്കുമോ എന്നൊക്കെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥലത്തു നിന്നും കടമെടുത്തുകൊണ്ട് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത്? ശമ്പളവും പെൻഷനും കൊടുക്കാൻ അല്ലാതെ നെൽകർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. മെഡിക്കൽ കോളേജിലെ
പാൽ വിതരണം തടസ്സപ്പെട്ട് കിടക്കുന്നു. മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായ മെഡിക്കൽ സർജിക്കൽ സംവിധാനങ്ങൾ കേടായി കിടക്കുന്നു. അവ നന്നാക്കുന്നതിനാവശ്യമായ പണമില്ല. സ്കൂളുകളിലെ പാചകത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ പണമില്ല. എന്നിങ്ങനെ നമ്മുടെ സർക്കാർ കൊടുക്കാനുള്ള കടങ്ങളാകമാനം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 45,000 കോടി വരും. അതിൽ 23,000 കോടി ശമ്പള പെൻഷൻ കുടിശ്ശിക ഉണ്ട്. പിന്നെ നമ്മുടെ ക്ഷേമ പെൻഷനുകളിലുള്ള കുടിശ്ശികയുണ്ട്. നമ്മുടെ കോൺട്രാക്ടർമാർക്ക് ഏകദേശം 19,000 കോടി രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അതുമൂലം ഒരുപാട് പണികൾ, മരാമത്ത് പണികൾ അവർ ഏറ്റെടുക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മുടെ സർക്കാർ എന്താണ് പറയുന്നത്? കേന്ദ്രമാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേന്ദ്രം ഒരു 15,000 കോടി കൂടെ കടമെടുക്കാൻ സമ്മതിച്ചാൽ ഈ പ്രതിസന്ധികൾ തീരുമോ? ഇല്ല. 45,000 കോടിയാണ് കടമെങ്കിൽ 15,000 കോടി കൊണ്ട് ഇത് പരിഹരിക്കാൻ ഒക്കുകയില്ല. അപ്പോൾ എന്താണ് ഈ പ്രതിസന്ധിയുടെ പരിഹാര മാർഗം? അതിന് ഞാൻ 2 നിർദ്ദേശങ്ങളാണ് വെക്കുന്നത്. ഒന്ന്, നമ്മുടെ സർക്കാരിൻ്റെ ശമ്പള പെൻഷൻ ചെലവുകൾ ഒഴിച്ചുള്ള ചിലവുകൾ കർശനമായി നിയന്ത്രിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, റിട്ടയർ ചെയ്തതിന് ശേഷം എത്രയോ പേര്, ഏകദേശം ഒരു 20 IAS ഉദ്യോഗസ്ഥരാണ് പലവിധ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത പെൻഷൻ, ഏകദേശം 2 ലക്ഷം രൂപയോളം പെൻഷൻ വാങ്ങുന്നവർക്ക് എന്തുകൊണ്ട് അവരുടെ ഇപ്പോൾ കിട്ടുന്ന ഈ പെൻഷന് പുറമെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിക്ക് ജോലി ചെയ്തുകൂടാ? അതുപോലെ തന്നെ പലവിധ കമ്മീഷനുകളും ഉണ്ട്. നമ്മുടെ വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, ശിശു കമ്മീഷനുണ്ട്, വിവരാവകാശ കമ്മീഷനുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഇവയിലൊക്കെ പിന്നെ PSC 22 പേരാണുള്ളത്. എന്തുകൊണ്ട് സർക്കാരിന് മന്ത്രിസഭയടക്കം ശമ്പളം കുറയ്ക്കുക? മുഖ്യമന്ത്രിയുടെയും MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം കുറച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാതൃക കാട്ടി ഈ പറയുന്ന കമ്മീഷനിലുള്ളവരുടെ ശമ്പളമൊക്കെ നേർപകുതിയായിട്ട് കുറയ്ക്കാൻ കഴിയുമോ എന്ന് സർക്കാർ ശ്രമിക്കണം. രണ്ടാമതായി നമ്മുടെ പെൻഷനുകളാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന ആ വ്യവസ്ഥ തുടങ്ങി വെച്ചത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ്. അന്ന് നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ 32 വയസ്സായിരുന്നു, ശമ്പളം തന്നെ കുറവ്. അപ്പോൾ അന്ന് എങ്ങനെയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഓരോരുത്തരിൽ നിന്നും പിടിക്കാതെ ഓരോ വർഷത്തെയും വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചത് എന്നതിൻ്റെ യുക്തി ഇതാണ്. അങ്ങ് വന്നാൽ 5 അല്ലെങ്കിൽ 7 വർഷമൊക്കെ ആൾക്കാർ ജീവിക്കുകയുള്ളൂ. പലരും ജോലിയിലിരിക്കെ തന്നെ മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് പെൻഷൻ ഒരു വലിയ ബാധ്യതയാകുകയില്ല എന്ന ഒരു അനുമാനത്തിലാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് തുടങ്ങി വെച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ഇന്ന് കേരളത്തിലെ ആയുർദൈർഘ്യം എന്നത് 73 വയസ്സായിരിക്കുന്നു. അതായത് 30 വർഷം സേവനം കഴിഞ്ഞ് പിരിയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അവസാനം കിട്ടിയ ശമ്പളവും ഓരോ 5 വർഷം പരിഷ്കരണവും DAയും കൊടുക്കും 30-40 വർഷത്തേക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുകയാണ്. പലരും അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ 3-4 ഇരട്ടിയാണ് പെൻഷനായിട്ട് വാങ്ങുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെൻഷന് വേണ്ടി മാറ്റിവെക്കുന്ന സംസ്ഥാനം കേരളമാണ്. 2021-22 കണക്ക് പ്രകാരം മൊത്തം വരുമാനത്തിൻ്റെ 23.06% പെൻഷന് വേണ്ടി, അതായത് വെറും 2% വരുന്ന പെൻഷൻകാർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. 17 പ്രധാന സംസ്ഥാനങ്ങളിൽ ഇത് 12.22% മാത്രമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല പരിഹാരം ഈ ക്ഷേമ പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നുള്ള ഈ വ്യവസ്ഥകൾക്ക് പകരം എല്ലാ വയോജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷനിലേക്ക് പോവുക മാത്രമാണ്. ഞാനിതിനെ സംബന്ധിച്ച് ഒരു ഗവേഷണ പഠനം നടത്തി അതിൽ നിന്ന് കണ്ടെത്തിയത് അത്തരത്തിൽ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെ മുഴുവൻ
തുടക്കത്തിൽ പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ ബാധ്യത നേർപകുതിയാകും. അതുപയോഗിച്ച് സാധാരണ ജനങ്ങളുടെ പെൻഷൻ 4400 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്. അതിനുവേണ്ടി പുതിയ നികുതികളൊന്നും ചുമത്തേണ്ടതില്ല. അതിനുള്ള വിഭവങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നീതിപൂർവകമായ ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പബ്ലിക് ഫൈനാൻസ്, ഒരു ധനകാര്യത്തിലേക്ക് സംസ്ഥാനം പോവുകയാണെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മറികടക്കാനൊക്കും. കാരണം 4400 രൂപയായിട്ട് നമ്മുടെ സാധാരണ വൃദ്ധജനങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അത് മ്യൂച്വൽ ഫണ്ടിലേക്കും ഷെയർ മാർക്കറ്റിലേക്കും ബാങ്കുകളിലേക്കൊന്നും പോകുകയില്ല. അത് പ്രാദേശിക വിപണിയിലേക്ക് പോകും. അതോടുകൂടി കച്ചവടം വർദ്ധിക്കും. നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒക്കെ കൂടുതൽ ഓട്ടം കിട്ടും. ബാർബർമാർക്ക് കൂടുതൽ പേർ അവരുടെ ജോലിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു വരും. അങ്ങനെ നമ്മുടെ മുഴുവൻ സേവന മേഖലയും കച്ചവട മേഖലയും കയറ്റിറക്ക് മേഖലയും അവരുടെ ടേൺ ഓവർ, അവരുടെ വിറ്റുവരവ് വർദ്ധിക്കും. അതോടുകൂടി സർക്കാരിൻ്റെ നികുതി വരുമാനവും വർദ്ധിക്കും. അങ്ങനെ മാത്രമേ നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്നത്തെ ധനകാര്യ പ്രതിസന്ധി പരിഹരിക്കാനൊക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇന്നത്തെ ധനകാര്യ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം നിലവിലെ ധനകാര്യത്തിൽ അഴിച്ചുപണികൾ, സമൂലമായ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാർവത്രിക പെൻഷനിലേക്ക് മാറുക എന്നതാണ്.